പ്രിയമുള്ളവരെ, ചുറ്റുവട്ടം ന്യൂസിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷനെ കുറിച്ചാണ്. നിലമ്പൂരിൽ നിന്നും ഏകദേശം 12 കിലോമീറ്റർ അകലെ സ്ഥിതി ചെയ്യുന്ന കരുളായിലാണ് നെടുങ്കയം ഫോറസ്റ്റ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. സൈലന്റ് വാലിയുടെ ഭാഗമായ ന്യൂ അമരമ്പലം റിസർവ് ഫോറസ്റ്റിൻ്റെ ഭാഗമാണ് കരുളായി ഫോറസ്റ്റ് ഡിവിഷൻ ഉള്ളത്. നെടുങ്കയം ചെക്ക് പോസ്റ്റിൽ നിന്നും ടിക്കറ്റ് എടുത്ത് റിസർവ് വനത്തിനുള്ളിലെത്താം. ഒരാൾക്ക് 50 രൂപയാണ് പ്രവേശന ഫീസ്. 1935 ബ്രിട്ടീഷ് ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലുണ്ടായിരുന്ന ഫോറസ്റ്റ് എഞ്ചിനീയർ ES ഡോസൺ സാഹിബാണ് ഇവിടെ എത്തി എന്ന് കരുതുന്നത്. അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായി ചെറുപുഴയ്ക്ക് കുറുകെ 1931 ഗർഡൻ പാലം പണിതു. കാടുകളിലെ മരത്തടികൾ കടത്തുന്നതിനാണ് ഈ ഗർഡൻ പാലം പണി കഴിപ്പിച്ചിട്ടുള്ളത്. 1938 അദ്ദേഹം ഇവിടുത്തെ ഭീകരമായ കയത്തിൽ മുങ്ങി മരിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ ശവകുടീരം അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇവിടെ മറമാടപ്പെട്ടു. ജൈവവൈവിധ്യം കൊണ്ട് സമ്പന്നമായ ഇവിടെ 5 തരം കാടുകളുടെ തായ്വര കൂടിയാണ്. വിനോദസഞ്ചാരികളുടെ പരദേശിയായാണ് നെടുങ്കയം കാണപ്പെടുന്നത്. ഏഷ്യയിലെ അദ്ദേഹത്തിൻ്റെ ഏറ്റവും ശവകുടീരമാണ് ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നത്. 1938 അദ്ദേഹം ഇവിടെ മരണപ്പെട്ടത്. അദ്ദേഹത്തിൻ്റെ താല്പര്യപ്രകാരം ഇവിടെ തന്നെ അദ്ദേഹത്തെ മറവ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത്. ഏഷ്യയിലെ ഏറ്റവും പ്രാകൃതമായ ഗുഹാവാസികളാണ് ഇവിടെ കാണപ്പെടുന്നത്. പണിയ, കാട്ടുനായ്ക്ക, ചോലനായ്ക്ക എന്നീ വിഭാഗങ്ങളിലായി 130ഓളം കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നു. നെടുങ്കയത്തെ മറ്റൊരു പ്രത്യേകത ആകർഷണമാണ് ഇവിടെയുള്ള ആനപ്പന്തി. 1935 മുതൽ ഇവിടെ ആനകളെ മെരുക്കിയിരുന്നു എന്ന് പറയപ്പെടുന്നു. കേരളത്തിലെ വിവിധ കാടുകളിൽ നിന്ന് വാരിക്കുഴി മാർഗം പിടികൂടുന്ന ആനകളെ ഇവിടെ കൊണ്ടുവന്ന് മെരുക്കി തടി പിടിപ്പിക്കുന്നതിനും മറ്റും ഉപയോഗിച്ചിരുന്നു. ഇത്തരത്തിലുള്ള 5 ആനപ്പന്തികൾ ഇവിടെ ഉണ്ടായിരുന്നു. 41 ആനകൾ ആദ്യകാലത്ത് ഇത്തരം ആനപ്പന്തികൾ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. ഇവിടുത്തെ അവസാനം മെരുക്കിയെടുത്ത ആനയാണ് കുഷൻ എന്ന പേരിലുള്ള ഈങ്ങാറിൽ നിന്നും പിടിച്ചെടുത്ത ആന. ആനപ്പന്തി ധാരാളം സന്ദർശകരെ ആകർഷിക്കുന്നു. വിവിധതരം പ്രകൃതി പഠന ക്ലാസുകൾക്കും പരിസ്ഥിതി അവബോധ സെമിനാറുകളും ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നിലമ്പൂർ പ്രകൃതി പഠന കേന്ദ്രം പോലുള്ള സന്നദ്ധ സംഘടനകളും നടത്തി വരുന്നു. പ്രകൃതിയിലേക്ക് മടങ്ങുന്നതിനും പ്രകൃതിയെ മനസ്സിലാക്കുന്നതിനും അല്പം ശുദ്ധവായു ശ്വസിക്കുന്നതിനും ധാരാളം സഞ്ചാരികൾ നെടുങ്കയത്ത് എത്തിച്ചേരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്രതികരിക്കുക.